ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടൈറ്റിൽ പറഞ്ഞതുപോലെ തന്നെ 7 ലക്ഷം പേര് കണ്ട ഒരു വീഡിയോ ആണ് എൻ്റെ ദിൽഖുഷ് റെസിപ്പി. ആ ഒരു റെസിപ്പിയിൽ താഴെ തന്നെ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ സ്പൈസി വെർഷൻ നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു സ്പൈസി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. മാത്രമല്ല ഇന്ന് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് നമ്മൾ സ്റ്റാൻഡ് മിക്സറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബൗളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കട്ടെ. അപ്പോൾ ഏത് മൈദ എടുക്കുമ്പോഴും കേക്കിനായാലും നമ്മൾ ബണ്ണായാലും ബ്രെഡ് ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ മൈദ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് അതിൽ അഴുക്ക് പോകാനും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു എന്താ പറയുക പുഴുവൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈദ അരിച്ചു കൊടുക്കാനായിട്ട് പറയുന്നത്. പിന്നെ ഈ ഒരു അരിപ്പ എവിടെ നിന്ന് വാങ്ങിയെന്ന് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് ഒരുപാട് 2-3 വർഷമായിട്ടുണ്ടാവും ഓൺലൈനിൽ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഞാനിതിലേക്ക് 1.25 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈസ്റ്റ് എടുക്കുന്ന ടൈമിലും നമ്മൾ നല്ല ഈസ്റ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് കാലം പഴക്കമുള്ളതൊന്നും എടുക്കാതായിട്ട് ഇരിക്കുക കേട്ടോ. ഇനി നേരത്തെ നമ്മൾ ഇതിൽ ചെയ്ത പോലെ തന്നെ ഒരു എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ 1 ടീസ്പൂണ് ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ളത് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു റെസിപ്പി കണ്ടവർക്കറിയാം, ഞാൻ ഇതേ ഒരു മെത്തേഡിൽ തന്നെയാണ് അത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൽ കൂടുതൽ നമ്മൾ പഞ്ചസാര ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാൻഡ് മിക്സറിൽ വെച്ചിട്ട് ഞാൻ 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് എടുത്തുള്ളത്. അപ്പോൾ അത് ആദ്യം കുറേശ്ശെ ആയിട്ട് എടുത്തിട്ട് അതുപോലെ തന്നെ നമ്മൾ ആദ്യം സ്ലോയിൽ വേണം ഇതൊന്ന് കറക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ എനിക്ക് ഇതിലേക്ക് മുഴുവനായിട്ട് ഈ ഒരു 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം മാത്രമേ യൂസ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളൂ. അതിൽ കൂടുതൽ നിങ്ങൾ ഓരോരുത്തർ എടുക്കുന്ന എഗ്ഗിൻ്റെ അളവും ഇതൊക്കെ നോക്കിയിട്ട് ചിലപ്പം കൂടുതലൊക്കെ വരും കേട്ടോ, കൂടുതലോ കുറവോ വരും. അപ്പോൾ എനിക്കിത് കറക്റ്റായിരുന്നു 1/2 കപ്പ് വെള്ളം. അപ്പോൾ അത് നോക്കിയിട്ട് മതിട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇത് ഒന്ന് 10 മിനിറ്റോളം ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് മിക്സറിൽ വെച്ചിട്ട് ചെയ്യുന്ന ടൈമിൽ നല്ല എന്താ പറയുക, നമ്മളെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമ്മൾ കൈ വെച്ച് ചെയ്യുന്നതിനേക്കാൾ നല്ല ഈസിയാണ്. അതുപോലെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൈ യൂസ് ചെയ്തിട്ട് മാവ് കുഴക്കേ ഇല്ല കേട്ടോ. ഞാനിപ്പോൾ പിസ്സ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും തന്നെ നമ്മൾ കൈ വെച്ച് ചെയ്യുമ്പം എനിക്ക് അത്രയ്ക്ക് കണ്ട് മാവ് നല്ല ഒരു ഇതായിട്ടൊന്നും പൊങ്ങി വരാറുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു സ്റ്റാൻഡ് മിക്സറിൽ വെച്ച് ചെയ്ത ടൈമിൽ എനിക്ക് നന്നായിട്ട് പൊങ്ങി കിട്ടാറുണ്ട് കേട്ടോ മാവ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ മാവ് അവിടെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ച് കിട്ടട്ടെ. ഒരു 10 മിനിറ്റിന് വേണ്ടി വരില്ല ഈ ഒരു പ്രൊസസ്സറിൽ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ മാവ് കുഴഞ്ഞു വന്നാൽ നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് പുറത്തേക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാവും, നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളെ ഡോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് പുറത്തേക്ക് എടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ മാവ് ആ ബൗളിൽ എവിടെയും പറ്റി പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ബൗൾ കഴുകിയെടുക്കാനും ഈസിയാണ് കേട്ടോ, പെട്ടെന്ന് തന്നെ പണിയും കഴിയും. അപ്പോൾ ഇതാ ഇനി ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് കുറച്ച് ഓയിൽ തടവിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി 1 മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഇപ്പോൾ ചൂടാക്കുകയാണ്, അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ലോണം പൊങ്ങി വരും. അപ്പോൾ ഞാനിത് പറയാറുണ്ട്, ഓവൻ്റെ ഉള്ളിലാണ് ഞാനിത് വെക്കാറുണ്ട്. ഓവൺ ഓൺ ചെയ്യാതെയാണ് കേട്ടോ. നമ്മൾ ഒരു ചൂടുള്ള ഭാഗം കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ ഓവൺ ഓണൊന്നും ചെയ്യാതെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ട് വെക്കാറുണ്ട് കേട്ടോ പതിവ്. അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം, അതുപോലെ തന്നെ 1 കപ്പ് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത്. ചിക്കൻ ഫ്രൈ ചെയ്യാന്ന് പറയുമ്പോൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടിയും കൂടി ഇട്ടിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും നോർമൽ എങ്ങനെയാണോ നിങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്യണത് അതുപോലെ നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് അതൊന്ന് കൈ വെച്ചിട്ട് പിച്ചിയെടുക്കാം കേട്ടോ. മിക്സിയിലിട്ട് ക്രഷ് ഒന്നും ചെയ്യേണ്ട, കൈ വെച്ചിട്ട് അത്യാവശ്യം വലിപ്പമുള്ള പീസായിട്ട് എടുത്താൽ മതി. ക്യാപ്സിക്കം ഒരു 1/4 കപ്പോളം ഉണ്ട്. അത് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. അതിൽ നമ്മളിതിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേറെ ചേർക്കണില്ല കേട്ടോ. ഇനി മയോണൈസ് ആണ് ഒരു 2 ടേബിൾ സ്പൂണോ, അതും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള മയോണൈസ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ കാണിക്കുന്നില്ല, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. മയോണൈസ് ഉണ്ടാക്കണൊക്കെ ഒരു എഗ്ഗ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇനി ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ ആവശ്യമുള്ളവർ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ റെസിപ്പി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലി, പുതിന ഇല ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് പുതിന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒറിഗാനാണ് കേട്ടോ. അപ്പോൾ ഒറിഗാനോ ഇടുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം കയ്യിലുള്ളവർ ഇട്ട് കൊടുക്കുക, ഇല്ലാത്തവർ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിൽ ക്യാരറ്റ്, സവാള ഒക്കെ ഇടണം എന്നുണ്ടെങ്കിൽ ഇടാം. ഞാൻ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി നമ്മൾക്ക് നമ്മളെ മാവ് എന്തായി നോക്കാം. അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മളെ മാവ് കണ്ടെന്നാവില്ല, പാത്രത്തിന് ഫുള്ളായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടി നമുക്കൊന്ന് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഷീറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് അതിൽ കുറച്ച് മൈദ തൂവിയിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം.
അപ്പോൾ കൈ വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പ്രസ് ചെയ്യാത്ത രീതിയിൽ വേണം കേട്ടോ കുഴച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ദിൽഖുഷ് വീഡിയോ കണ്ടവർക്ക് അറിയാം, ഇത് നമ്മൾ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് ഒരു ഇത്തിരി ചെറുതും ഒന്ന് കുറച്ച് വലുതായിട്ടാണ് കേട്ടോ ഇതൊന്ന് മുറിച്ചെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് കേക്ക് ടിന്നോ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ കുറേ പേര് എനിക്ക് ആ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റീൽ പ്ലേറ്റ് ഓവനിൽ വെക്കാമോ എന്നുള്ളത്. എൻ്റെത് മോർഫി റീചാർഡിൻ്റെ 60 ലിറ്ററിൻ്റെ ഓവനാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഈ ഒരു സ്റ്റീൽ പ്ലേറ്റ് വെക്കാറുണ്ട്. അന്ന് ദിൽഖുഷിൻ്റെ ആ ഒരു റെസിപ്പി ഇട്ട ടൈമിൽ ഒരുപാട് പേര് എനിക്ക് അത് ട്രൈ ചെയ്തിട്ട് ഫോട്ടോ വാട്സപ്പിലും ഇൻസ്റ്റയിലൊക്കെ ആയിട്ട് അയച്ചിട്ട് തന്നിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ പേര് ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിലർ ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്തവർ ഇട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ മുകൾ വശം അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല കേട്ടോ. നമ്മൾ ഓവനിൽ ചെയ്യുന്ന ആ ഒരു പെർഫെക്ഷൻ എന്തായാലും ആ ഒരു ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്തപ്പോൾ കിട്ടിയിട്ടില്ല. അവർക്ക് ഇങ്ങനെ ഒരു മാവ് പോലെ ഫീൽ ചെയ്തു, മുകളിൽ ഇങ്ങനെ ആ ഒരു കളർ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്ത് നോക്കിയിട്ടില്ല, ഓവനിൽ തന്നെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി രണ്ടാമത്തെ ബൗളും ഇതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഇതാ ഞാനിത് പരത്തി അടിച്ചിട്ടുള്ള ഫസ്റ്റത്തെ നമ്മളെ പ്ലേറ്റിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പിസ്സ സോസ് കയ്യിലുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഫില്ലിങ്സ്, ആ ചിക്കൻ ഫില്ലിങ്സ് എല്ലാം ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു പരത്തി വെച്ചതിൻ്റെ ആ ഒരു സൈഡ് അറ്റത്തേക്കൊന്നും എത്തണ്ട, നടുവിൽ മാത്രമായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി ഞാൻ മയോണൈസ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും ഇങ്ങനെ മയോണൈസിൻ്റെ ആ ഒരു ടേസ്റ്റ്. ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം, അല്ലാത്തവർക്ക് വേണ്ട സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. അത് അത്യാവശ്യത്തിൽ അധികം ഇട്ട് കൊടുക്കുക. ഒരുപാട് ചീസ് ഉണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് വരുമ്പോൾ എൻ്റെ കയ്യിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആവട്ടെ. കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വലിഞ്ഞ് കിട്ടുന്നതായിട്ട് കാണാനായിട്ട് കുറച്ചും കൂടി ഒറിഗാനോ ഇതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം പരത്തി വെച്ചിട്ടുള്ള ഷീറ്റ് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ ഒന്ന് ലോക്ക് ചെയ്യുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ വീണ്ടും ഇത് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഇതിൽ കുറേ റെസ്റ്റിംഗ് ടൈമാണുള്ളത്. മാവ് കുഴച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യുക, അതുപോലെ ഫില്ലിങ് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മസ്റ്റായിട്ടും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഒരു നനഞ്ഞ ഒരു ക്ലോത്ത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു മൂടി എടുത്തിട്ട് മൂടി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്, ഒന്നും കൂടി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ എഗ്ഗിൻ്റെ പകുതി ഉണ്ടല്ലോ, അത് ഇതിലോട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ടോ കത്തി യൂസ് ചെയ്തിട്ടോ ഒന്ന് ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കണം കേട്ടോ. നമുക്ക് കേക്ക് പോലെ പൊങ്ങി വരണ്ട, അതുകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് കുത്തി കൊടുക്കാം എല്ലാ ഭാഗത്തായിട്ട്. അപ്പോഴേക്കും നമ്മൾ ഓവൺ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കണം. എന്നിട്ട് നമ്മൾ 160 to 70 ആ ഒരു ഡിഗ്രിയിൽ മതി. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ 180ലേക്ക് ഇടണ്ട. ഒന്ന് ഹൈ ഫ്ലെയിം കുറച്ചിട്ട് വേണം കേട്ടോ ചെയ്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഹാർഡായി പോവും. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ മതിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഓവണിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ട് കാണാം. അപ്പോൾ ഓരോരുത്തരുടെ ഓവൺ അനുസരിച്ചിട്ട് ടൈമിലൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. 15 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്ന് ചെക്ക് ചെയ്താൽ വെന്തതെന്നുള്ളത് ചെക്ക് ചെയ്യാം. അതിന് ശേഷം വേണമെങ്കിൽ 5 മിനിറ്റ് കൂട്ടി കൊടുക്കാം. അങ്ങനെ നമ്മളെ ക്രീമി ചിക്കൻ ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിട്ട പേരാണ് ക്രീമി ചിക്കൻ ബണ്ണെന്ന്, അല്ലെങ്കിൽ ദിൽഖുഷിൻ്റെ ഒരു സ്പൈസി വേർഷൻ എന്നൊക്കെ പറയാം. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം വീണ്ടും നമുക്കൊരു 10 മിനിറ്റെങ്കിലും ഒരു നനഞ്ഞ ക്ലോത്ത് ഇട്ട് വെച്ച് ഇരിക്കണം. അല്ലെങ്കിൽ നമുക്കിത് കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഹാർഡായിട്ടുണ്ടാവുക. ഒരു നനഞ്ഞ ക്ലോത്ത് ഇതിൻ്റെ മുകളിൽ ഇടുമ്പോഴാണ് നമ്മൾ ആ ഡോ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുക. അതിനുശേഷം നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ സൈഡെല്ലാം വിടിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇനി ബട്ടർ പേപ്പറെല്ലാം മാറ്റിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ താഴെ എൻ്റെ ഒരു കമൻറ്റ് കണ്ടിരുന്നു, ആ കത്തി ഒന്ന് ചെറുതാക്കാമായിരുന്നു. ഞാനൊരു വലിയ കത്തി കൊണ്ടാണ് അത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പിസ്സ കട്ടർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ ചില ടൈമിൽ എടുക്കാനുള്ളൊരു മടി ഉണ്ടാവുമല്ലോ, അത് കാരണം എടുക്കാതെ വെക്കുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ദാ നമ്മളെ ക്രീമി ചിക്കൻ ബൺ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടീസിനൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും ഇത്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ കാണാനായിട്ട്. സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.